എനിക്ക് രസമായിട്ട് തോന്നിയ ഒരു കാര്യം, അഭിലാഷ് പൊതുവെ ആളുകളോട് ഉപയോഗിക്കുന്ന ഒരു ആരോപണമുണ്ട്. ആ ആരോപണം തന്നെ അഭിലാഷിന് അഗെയിൻസ്റ്റ് ഒരിക്കലും ഉപയോഗിച്ചു കണ്ടു. അതാണ് ഈ സ്ട്രോമാൻ ഫാലസി. അപ്പം സ്ട്രോമാൻ പലതവണ അഭിലാഷ് ഉപയോഗിക്കുന്നതായിട്ട് ഉണ്ട്. അത് സ്ട്രോമാൻ ആണ്, അത് സ്ട്രോമാൻ ആണ്. പക്ഷെ ഒരു ചർച്ചയിൽ അഭിലാഷിനെതിരെ അത് ഉപയോഗിച്ചു. രവിചന്ദ്രൻ പൊതുജനത്തിന് മനസ്സിലാൻ വേണ്ടി എന്താണ് സ്ട്രോമാൻ ഫാലസി? സ്ട്രോമാൻ ഫാലസി എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ഒരു പറഞ്ഞ ഒരു കാര്യത്തെ ആ സെൻസിൽ എടുക്കാതെ അതിൽ നിന്ന് അടർത്തിയെടുത്ത് വേറൊരു കാര്യം, പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് അതിനെ അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ സ്ട്രോമാൻ ഫാലസി എന്ന് പറയുക. അപ്പോൾ ഒരാളുടെ ഒരു വാചകത്തെ ആ സെൻസിൽ എടുക്കാതെ വളച്ചൊടിച്ച് ഇതാണ് നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ആ പറഞ്ഞത് മോശമായി പോയി എന്ന് പറയുന്നത്. ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പരിപാടിയാണോ? അല്ല, ഇത് ഈ സംവാദത്തിലെ പലതരത്തിലുള്ള ടാക്ടിക്സ് ഉണ്ടല്ലോ. ഞാൻ ഉപയോഗിക്കുന്നതല്ല കേട്ടോ. സംവാദത്തിൽ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാനലിസ്റ്റിനെ സംബന്ധിച്ച് അയാളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സത്യം പറയാന്നുള്ളതല്ല. ഏത് പാനലിസ്റ്റും ആയിക്കോട്ടെ, അയാൾ എത്ര ഇന്റഗ്രിറ്റി ഉള്ള ആയാലും സ്വന്തം പക്ഷത്തെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതല്ല അയാളുടെ ജോലി. ഇപ്പം ഞാൻ നാളെ ഏതെങ്കിലും ഒരു പക്ഷത്തെ ഡിഫെൻഡ് ചെയ്യാൻ നിയുക്തനായി എന്നിരിക്കട്ടെ, അപ്പോൾ എൻ്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? ആ പക്ഷത്തെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള യുക്തികൾ, താർക്കിക യുക്തികൾ നിരത്തും. അങ്ങനെ ആ താർക്കിക യുക്തികളുടെ പലതരത്തിലുള്ള പ്രയോഗങ്ങളുണ്ട്, അതിൽ പെടുന്നതാണ് ഇത്.